ഈ ഒരു മാമ്പഴക്കാലത്തല്ലാതെ പിന്നെ എപ്പോഴാണ് ഇത് റെഡിയാക്കി എടുക്കുക? മാമ്പഴക്കാലത്ത് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടാണ് ഇന്ന് റെഡിയാക്കി എടുക്കുന്നത് മാമ്പഴ പുളിശ്ശേരി. അതും ഈ ഒരു നാടൻ മാങ്ങ വെച്ചിട്ട് തയ്യാറാക്കുന്നതിൻ്റെ ടേസ്റ്റ് വേറെ ഒന്നിനും കിട്ടില്ല കേട്ടോ. അപ്പോൾ നാടൻ മാങ്ങ ഞാൻ നല്ല പഴുത്ത നാടൻ മാങ്ങ എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ ഇതുപോലെ കൈ വെച്ചിട്ടൊന്ന് കളയാം. എന്നിട്ട് നമുക്കൊരു ചട്ടിയിലേക്ക് അങ്ങിട്ട് കൊടുക്കാം. ഞാൻ ഏകദേശം ഒരു 20 എണ്ണം ആട്ടോ എടുത്തിട്ടുള്ളത്. കുറച്ചൊക്കെ പുളിയുള്ള ടൈപ്പ് നാടൻ മാങ്ങ എടുക്കുകയായിരിക്കും കേട്ടോ ഒന്നുകൂടെ നല്ലത്. അതിലേക്ക് 2 പച്ചമുളക്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, രണ്ട് തണ്ട് കറിവേപ്പില, ഒരച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. ഇത് 20 എണ്ണമൊക്കെ ഉള്ളതുകൊണ്ടാട്ടോ ഒരച്ച് മുഴുവൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ കുറവാണെന്നുണ്ടെങ്കിൽ അതിൽ കുറവ് എടുത്താൽ മതി. അതിലേക്ക് 1 കപ്പ് വെള്ളവും ചേർത്തിട്ട് അടച്ചു വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കണം. ആ ഒരു മാങ്ങയൊക്കെ നന്നായിട്ട് സോഫ്റ്റായി അതിലുള്ള ആ ഒരു ചാറൊക്കെ അതിലേക്ക് വന്ന് ഇങ്ങനെ ഒരു വറ്റുന്ന ഒരു പരുവാകുമ്പോൾ നമുക്കതിലേക്ക് ഒരു 3/4 കപ്പ് തേങ്ങയും 1 ടീസ്പൂണ് ചെറിയ ജീരകവും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അത് തിളച്ച് വരുന്ന സമയം ഒരു 3/4 കപ്പ് തൈര് കൂടെ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുക. അതും കൂടെ ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. തൈര് ചേർത്ത് എടുത്ത ശേഷം നമുക്ക് തിളപ്പിച്ചെടുക്കരുത്, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി കേട്ടോ. മൺചട്ടിയിലാകുമ്പോൾ തിളച്ചുകൊണ്ടിരിക്കും. അപ്പോൾ പെട്ടെന്ന് തന്നെ ഓഫ് ചെയ്യണം. പിന്നെ നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിലേക്ക് 1/2 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ ഉലുവ, കുറച്ച് കറിവേപ്പില, അതുപോലെ 2-3 വറ്റൽമുളകും ചേർത്ത് താളിച്ചങ്ങ് ഒഴിച്ചു കൊടുത്താൽ കൊതിയൂറും ഐറ്റം ഇവിടെ റെഡിയായി.